കർണാടക മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുൽപ്പള്ളി സ്വദേശി അഷ്റഫിന്റെ മൃതദേഹം സംസ്കരിച്ചു. മലപ്പുറം പറപ്പൂരിലെ ജുമാ മസ്ജിദ് പള്ളിയിൽ 10:30ഓടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചെന്നാരോപിച്ചാണ് ബത്ര കല്ലൂർത്തി ക്ഷേത്ര മൈതാനത്ത് വച്ച് മലയാളിയെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നത്. ആക്രിപെറുക്കി ഉപജീവനം നടത്തിയിരുന്നയാളാണ് അഷ്റഫ്. കുടുപ്പു എന്ന സ്ഥലത്ത് ഞായറാഴ്ച പ്രാദേശിക ക്രിക്കറ്റ് മാച്ച് നടക്കവെയാണ് സംഭവമെന്നാണ് റിപ്പോർട്ട്. ആവർത്തിച്ചുള്ള ക്ഷതങ്ങളും ആന്തരിക രക്തസ്രാവവുമാണ് മരണത്തിന് കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അഷ്റഫ് മാനസിക പ്രശ്നമുള്ള ആളാണെന്നും കൊലപാതകത്തിലേക്ക് നയിച്ച കാരണത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞിട്ടില്ല എന്നും അഷ്റഫിന്റെ സഹോദരൻ അബ്ദുൾ ജബ്ബാർ പറഞ്ഞു. അന്വേഷണത്തോട് കുടുംബം സഹകരിക്കും. അഷ്റഫ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കിയ മുൻകാല അനുഭവങ്ങളില്ല. പോലീസ് അന്വേഷണത്തിൽ പരാതികളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാനസികമായിട്ട് കുറച്ച് പ്രയാസമുള്ള ആളായിരുന്നു. ഒരു കൂട്ടം ആളുകളുടെ കൂട്ടമായിട്ടുള്ള ആക്രമണം പല ആഘാതങ്ങളുണ്ടാവും. ഒരു കായികപരമായിട്ടുള്ള രീതിയിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് എല്ലാവരും. കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര സഹായങ്ങളെല്ലാം ലഭിച്ചുവെന്നും കർണാടക സർക്കാർ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് ലഭിക്കുന്ന വിവരമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പടപ്പൂര് പറഞ്ഞു. യഥാർത്ഥ പ്രതികൾ എന്ത് പേരിലാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഈ പള്ളിമുറ്റത്ത് തന്നെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അത്യന്തം ദാരുണമായ ഈ കൊലപാതകത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള വിവരം. പക്ഷേ യഥാർത്ഥ പ്രതികൾ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒന്ന് നടന്നത് എന്നും ഇനി ഒരു മനുഷ്യനും ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് ഞങ്ങളിപ്പോൾ ഇവിടെ നാട്ടിലെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഈ പള്ളിമുറ്റത്ത് തന്നെ ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലെ പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആക്ഷൻ കൗൺസിൽ കൂടി തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിലേത് തൃപ്തികരമാണോ സർക്കാരിൻ്റെ ഭാഗത്തുള്ള? അല്ല, കർണാടക സർക്കാർ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ 6 മണിക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത്. ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട AP അനിൽകുമാറുമായി ബന്ധപ്പെട്ട് ശ്രീ KC വേണുഗോപാലുമായി സംസാരിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിമിഷം വരെയുള്ള കർണാടക സർക്കാർ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഞങ്ങൾ കൂടിയാലോചിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇതിനകത്തുണ്ടാകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ സംസ്ഥാനത്തെ ഒരു പൗരനാണ്, അതും ഒരു ചെറുപ്പക്കാരനാണ്. വളരെ ദാരുണമായ വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.